ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إن جاءكم فاسق بنبأ فتبينوا أن تصيبوا قوما بجهالة فتصبحوا على ما فعلتم نادمين يا أيها الناس أوصيكم وإياي أولا بتقوى الله. ഏറെ സ്നേഹധനീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. സോഷ്യൽ മീഡിയ ഒരുപക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കൊണ്ടു നടക്കുന്ന ഒരു ഇടമാണ് സോഷ്യൽ മീഡിയ. ഏതൊരു പ്രവർത്തനങ്ങളാവട്ടെ, അറിവുകളാവട്ടെ, ഏതൊരു സാധാരണക്കാരനും അറിയുന്ന രൂപത്തിലേക്കും പഠിക്കാനുള്ള സൗകര്യം എന്ന നിലക്കുമൊക്കെ എല്ലാവരും അതിൽ സജീവരാണ്. ഒരുപക്ഷെ അത് ഉപയോഗിക്കാത്തവർ ചുരുക്കമായിരിക്കും, ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. അത് രക്ഷിതാക്കളാവട്ടെ, വിദ്യാർത്ഥിനികളാവട്ടെ, സാധാരണക്കാരാവട്ടെ, ഉയർന്ന ജോലിയിലുള്ളവരാവട്ടെ, പണക്കാരനാവട്ടെ, ദരിദ്രനാവട്ടെ, എല്ലാവരും അതിൻ്റെ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിലൂടെ പല കാര്യങ്ങളും ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. ഒന്നുകിൽ അത് വാട്സപ്പ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആയിരിക്കാം, അതുമല്ലെങ്കിൽ ഫേസ്ബുക്ക് ആയിരിക്കാം, അതൊന്നുമല്ലെങ്കിൽ യൂട്യൂബിലൂടെ എങ്കിലും വാർത്തകൾ കേൾക്കുവാനും അറിയുവാനും പല കാര്യങ്ങളും ഷെയർ ചെയ്യുവാനും എന്തിനേറെ പണം അയക്കാൻ പോലും ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളാണ് ഇന്ന് കാര്യമായി ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഏതൊരു വിഷയത്തിലും ഇസ്ലാമികമായ നിലപാടുകൾ മനസ്സിലാക്കേണ്ട നമ്മൾ
സോഷ്യൽ മീഡിയയുടെ വിഷയത്തിൽ ഒരു വിശ്വാസി എങ്ങനെയായിരിക്കണം? പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, സോഷ്യൽ മീഡിയകൾ അതിലുള്ള റീലുകൾക്ക് വേണ്ടി, റീച്ചുകൾക്ക് വേണ്ടി പല തോന്നിവാസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഒരു ഭാഗത്ത്, അതിലൂടെ വരുമാനമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തിൽ മാത്രമായി ജീവിക്കുന്ന വേറെ ചില ആളുകൾ വേറൊരു ഭാഗത്ത്, മറ്റൊരുത്തന്റെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കാനായി വെമ്പൽ കൊള്ളുന്ന മനസ്സുമായി ജീവിക്കുന്ന വേറെ ചില ആളുകൾ, ഇങ്ങനെ പല ഭാഗങ്ങളിലൂടെ ഈ സോഷ്യൽ മീഡിയയുടെ ഉള്ളിലാണ് ഇന്നത്തെ സമൂഹം. എങ്കിൽ പ്രിയപ്പെട്ടവരെ, എന്താണ് ഒരു വിശ്വാസി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത്? അതുമായി ഒരു 10 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഇന്നത്തെ ഖുത്ബയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ വിഷയം, സോഷ്യൽ മീഡിയയിൽ നന്മയുണ്ട്, തിന്മയുണ്ട്. എന്നാൽ നന്മയേക്കാൾ കൂടുതൽ തിന്മയാണ്. ഞാൻ ഇങ്ങനെ ഒരു തുടക്കം പറയാനുള്ള കാരണം, ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ സോഷ്യൽ മീഡിയയിലുണ്ട്. ഇന്ന ഒരു വാർത്ത കാണാൻ പറ്റുന്നില്ലേ, ഇന്ന ഒരു പ്രസംഗം കേൾക്കാൻ പറ്റുന്നില്ലേ, ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചത് അതിലൂടെയാണ്. ശരിയാണ്, അതിൽ നന്മയുണ്ട്. പലപ്പോഴും ആ നന്മ പഠിക്കണമെന്ന ഉദ്ദേശത്തിൽ, നന്മ കേൾക്കണമെന്ന ഉദ്ദേശത്തിൽ നമ്മൾ ആ പ്ലാറ്റ്ഫോമിൽ കയറുമ്പോൾ പോലും അതിൻ്റെ സമീപ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ സമീപ സ്ഥലങ്ങളിൽ വരുന്ന, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ തൊട്ടടുത്ത് വരുന്നത് ഒരു പക്ഷേ നമുക്ക് കാണാൻ പറ്റാത്ത ഭാഗങ്ങളായിരിക്കാം. ഇങ്ങനെ നമ്മുടെ കണ്ണുകളെ തിന്മയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും ഒരു വിശ്വാസി ആ ഒരു ബോധ്യം അവനുണ്ടാകുക എന്നതാണ്, അതിൽ തിന്മയുണ്ട് എന്ന് മനസ്സിലാക്കുക. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാചകം ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കണം. തിന്മകളുടെ കാര്യത്തിൽ പരമാവധി തിന്മ ഒഴിവാക്കുക എന്നല്ല ഇസ്ലാമിന്റെ അസ്ല്, മറിച്ച് പൂർണ്ണമായി ഒഴിവാക്കുക എന്നത്. നന്മയുടെ കാര്യം പൂർണ്ണമായി നന്മ ചെയ്യാൻ ഒരു പക്ഷേ ഒരാൾക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മസ്തതഅതും, നിനക്ക് കഴിയുന്ന അത്ര നന്മകൾ ചെയ്യാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം നമുക്ക് കാണുവാൻ സാധിക്കും, മാ നഹൈതുകും അൻഹു ഫജ്തനിബു, ഞാൻ എന്താണോ നിങ്ങൾക്ക് വിരോധിച്ചത് അത് പൂർണ്ണമായി നിങ്ങൾ ഒഴിവാക്കണം, പൂർണ്ണമായി ഒഴിവാക്കണം. വമാ അമർതുകും ബിഹി ഫഫ്അലു മിൻഹു മസ്തതഅതും, എന്താണോ നിങ്ങളോട് കൽപ്പിച്ചത് അത് കഴിവിന്റെ പരമാവധി നിങ്ങൾ ചെയ്യണം. ആ വാചകത്തിലുണ്ടല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് പറഞ്ഞു, ഒരു പക്ഷേ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സുന്നത്തുകളും ചെയ്യാൻ ഒരു പക്ഷേ അയാൾക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല, എങ്കിലും കഴിവിന്റെ പരമാവധി നന്മ ചെയ്തു. എന്നാൽ ഒരു തിന്മയും അയാൾ ചെയ്യാതിരിക്കാൻ അയാൾക്ക് കഴിയും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തിന്മയുടെ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കണം. കാരണം ഇന്നത്തെ സോഷ്യൽ മീഡിയകളിലൂടെ പല തിന്മകളും കണ്ടും കേട്ടും അനുഭവിച്ചും മനസ്സ് മരവിച്ച ഒരു സമൂഹത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് തിന്മകളൊക്കെ നിസാരവൽക്കരിച്ചുകൊണ്ടിരിക്കും. ആരപ്പ ചെയ്യാത്ത? നമ്മളൊക്കെ ഫോണ് തുറന്നു കഴിഞ്ഞാൽ ഇതന്നെയല്ലേ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം എന്നാൽ മുസ്ലിം പേരുള്ളവർ പോലും ആടിയും പാടിയും ചാടിയുമൊക്കെ തങ്ങൾക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി തോന്നിവാസങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അവിടെയാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാചകം പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയണം. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായൊരു സംഭവം. തിന്മകളുടെ കാര്യത്തിൽ എത്രത്തോളം ശ്രദ്ധയിലായിരുന്നു നമ്മുടെ മുൻഗാമികൾ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് അദ്ദേഹത്തിന്റെ അടിമയായിരുന്ന ഒരാൾ കുറച്ച് ഭക്ഷണവുമായിട്ട് വന്നു. നല്ല വിശപ്പുള്ളത് കൊണ്ട് തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു അതിൽ നിന്നും കുറച്ചെടുത്ത് കഴിച്ചു. അദ്ദേഹം കൊടുത്തത് കൊണ്ട് തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു കഴിച്ചു. അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അയാൾ ചോദിക്കുന്നത്, ഇതെന്തിന്റെ ഭക്ഷണമാണെന്ന് നിങ്ങൾക്കറിയുമെന്ന് ചോദിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല. ആ സമയത്ത് അയാൾ പറയാണ്, ഞാൻ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഒരാൾക്ക് ഞാൻ ജ്യോത്സ്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് അയാൾക്കത് പറഞ്ഞു കൊടുത്തതിന്റെ പ്രതിഫലമായിട്ട് അയാൾ ഇന്ന് കൊടുന്നു തന്നതാണ് ഈ ഭക്ഷണം. ഇത് കേട്ടതും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ വിരലുകൾ വായിലേക്കിട്ടു, എന്നിട്ട് ഛർദ്ദിക്കാൻ തുടങ്ങി.
അദ്ദേഹത്തിന്റെ വയറ്റിൽ അതിന്റെ ഒരംശം പോലും ഇല്ല എന്ന തരത്തിൽ അദ്ദേഹം ഛർദ്ദിച്ചു. എന്നിട്ട് അദ്ദേഹം പറയാണ്, വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ഞാനിങ്ങനെ ഛർദ്ദിച്ച് മരിക്കുകയാണെങ്കിൽ പോലും എന്റെ വയറ്റിൽ നിന്ന് പൂർണ്ണമായിട്ട് അത് പുറത്തേക്കെടുക്കാതെ ഞാൻ നിൽക്കൂല. പൂർണ്ണമായിട്ട് ഞാൻ അതിൽ നിന്ന് ഒഴിവാക്കും. പ്രിയപ്പെട്ടവർ, അവിടെയാണ് ഒരു ഹറാമായ മുതൽ അത് എൻ്റെ വായിലുണ്ടാകാൻ പാടില്ല, അതെൻ്റെ വയറ്റിലുണ്ടാകാൻ പാടില്ല, അത് ഞാൻ കാണാൻ പാടില്ല, അത് ഞാൻ ഉപയോഗിക്കാൻ പാടില്ല എന്ന ഒരു ശ്രദ്ധ അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവണം. അതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശ്വാസികൾ ഈ തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ഉപകാരമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ഇടപെട്ട് നിൽക്കാൻ പാടില്ല. ഉപകാരമില്ലാത്ത കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കാൻ നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ച് ഈ പ്ലാറ്റ്ഫോമുകളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ അതിലൊരുപാട് നന്മകളുണ്ട്. ഒരു പക്ഷേ നമുക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ അതിലുണ്ടാവാം, യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല കാര്യങ്ങളും നമുക്ക് നോക്കാൻ അതിലുണ്ടാവാം, നമ്മുടെ മറ്റു പല ഭൗതികമായ വിഷയങ്ങളിലൊക്കെ ഉണ്ടാകും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു റീല് കാണുമ്പോൾ ഒന്നുകിൽ ആ റീലിലൂടെ എനിക്ക് ദുനിയാവിൽ എന്തെങ്കിലും ഒരു അറിവുണ്ടാവും, അതല്ലെങ്കിൽ ആ റീലിലൂടെ എനിക്ക് ആഖിറത്തിലേക്കുള്ള മതപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു അറിവുണ്ടാവും. രണ്ടിലേതെങ്കിലും ഒരു ഉപകാരമില്ലാതെ നമ്മൾ അതിലിരിക്കാൻ പാടില്ല. കാരണം നമ്മുടെ സമയം എന്ന് പറഞ്ഞാൽ വെറുതെ ചെലവഴിക്കാനുള്ളതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുസ്ലിമിന്റെ സ്വഭാവമായിട്ട് പറഞ്ഞു, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർ തർക്കുഹു മാ ലാ യഅനി. ഒരു മുസ്ലിമിന്റെ സ്വഭാവം, അവന്റെ ഏറ്റവും നല്ല സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, അവൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും അവൻ പോയിട്ട് തലയിടില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളതാണ്. എങ്കിൽ നമുക്ക് ആവശ്യമുള്ളതാണോ അല്ലേ പരിശോധിക്കണം. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഏറ്റവും കോപമുള്ള ആളാരാന്നറിയോ? ഏറ്റവും വെറുപ്പുള്ള വ്യക്തി. ഒരാൾ അയാളുടെ സമയം അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ അത് ദുനിയാവിനുമില്ല പരലോകത്തിനുമില്ല, വെറുതെ ഇങ്ങനെ സമയങ്ങളെ. അങ്ങനത്തെ ആളുകളെയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് ഏറ്റവും ദേഷ്യമുള്ളത് എന്ന് അദ്ദേഹത്തിന്റെ വാചകങ്ങളിൽ കാണുവാൻ സാധിക്കും. എത്രത്തോളം എന്നാൽ, താബി പണ്ഡിതനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു വാചകമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ അള്ളാഹുവിന്റെ ഇഷ്ടം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഒരു അടിമയെ കൈവിട്ടു എന്നതിന്റെ തെളിവ് ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, മിൻ അലാമത്തി ഇറാദില്ലാഹി അനിൽ അബ്ദ്, ഒരു അടിമയെ അല്ലാഹു സുബ്ഹാനഹു തആല അവനെ കൈവിട്ടു, അവനെ ഒഴിവാക്കി എന്നതിന്റെ അലാമത്ത്, അതിന്റെ അടയാളം എന്താണെന്ന് ചോദിച്ചാൽ, അയ്യജഅല ശുഗ്ലഹു ഫീമാ ലാ യഅനി, അവന് ഒരു ഉപകാരമില്ലാത്ത കാര്യത്തിൽ അവനിങ്ങനെ വ്യാപൃതനായിക്കൊണ്ടിരിക്കും. അതിന്റെ കാര്യത്തിലായിരിക്കും അവന് ഫുള്ളുണ്ടാവുക, അവന് യാതൊരു ഉപകാരം ഉണ്ടാവില്ല. ഇന്നത്തെ സോഷ്യൽ മീഡിയകൾ നോക്കിക്കഴിഞ്ഞാൽ, ഇൻസ്റ്റാഗ്രാം നോക്കിക്കഴിഞ്ഞാൽ, യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ, ഫേസ്ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്രയോ ആളുകളുടെ കുടുംബകാര്യങ്ങളാണ് ചർച്ച. അത് കേട്ടുകൊണ്ടിരിക്കുക. ഉമ്മയെക്കുറിച്ച്, വാപ്പയെക്കുറിച്ച്, ഭാര്യയെക്കുറിച്ച്, ഭർത്താവിനെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, അവർ തമ്മിൽ തെറ്റിയതിനെ കുറിച്ച്, അവർ ധരിക്കുന്ന വസ്ത്രങ്ങളെക്കുറിച്ച്, അവരുണ്ടാക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച്, ഇങ്ങനെ ഒരാവശ്യമില്ലാത്ത കാര്യം പോസ്റ്റ് ചെയ്യാൻ ലജ്ജയില്ലാത്തൊരു സമൂഹം, അത് കാണാനോ അതിലേറെ ലജ്ജയില്ലാത്തൊരു സമൂഹവും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കേണ്ടത്, അവര് വീട്ടിൽ എന്തോ ഉണ്ടാക്കിക്കോട്ടെ, അത് എന്നെ ബാധിക്കുന്നതാണോ? എന്റെ സമയമാണ് ഞാൻ കളയുന്നത്. അവരുടെ കുടുംബ വിഷയങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുക, ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റുക, രണ്ടുപേരും ഓരോ ചാനലിൽ തുടങ്ങിയിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക, അത് കാണാനായി ലക്ഷക്കണക്കിന് ആളുകൾ റെഡിയാകും നിൽക്കുക. നമ്മുടെ സമയത്തിനൊരു വിലല്ലേ? എന്തിനാണ് മറ്റുള്ളവന്റെ കാര്യങ്ങളിലേക്ക് എത്തി നോക്കുന്നത്? അത് കണ്ടുകൊണ്ടിട്ട് അത് ചർച്ച ചെയ്യാക്കുക, കുടുംബ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക, ഇത് കണ്ടു നോക്കി. അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വാചകം അല്ലാഹു ഒരാളെ കൈവിട്ടു എന്നതിന്റെ തെളിവാണത്. നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ എത്ര നോക്കിയാലും മതിയാവില്ല. ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഉണക്കുക, എന്നിട്ട് ഒരാവശ്യമില്ലാത്ത 50 റീല് കണ്ടു കഴിഞ്ഞാലും പിന്നെ നമുക്ക് തോന്നുന്നെന്താ, ഒന്നും കണ്ടിട്ടില്ലല്ലോ. അതാണ് പ്രശ്നം. അവിടെയാണ് ഒരു വിശ്വാസി ശ്രദ്ധിക്കണം. അവന്റെ സമയം എന്നുള്ളത് വിലപ്പെട്ട കാര്യമാണ്. അതാണ് മൂന്നാമത്തെ വിഷയം. സമയം നഷ്ടപ്പെടുത്തുന്നത് ശ്രദ്ധിക്കുക. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവനോട് ചോദിക്കുന്ന 4 ചോദ്യങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ ഹത്താ യുസ്അല അൻ 40.
4 കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ ഒരു മനുഷ്യനും നാളെ പരലോകത്ത് അവന്റെ കാലുകൾ ഉയർത്താൻ കഴിയൂല, ഒരു ചവിട്ടടി അങ്ങോട്ട് വെക്കാൻ കഴിയൂല. അതിൽപ്പെട്ട ഒന്നാണെന്തെന്നറിയോ? അൻ ഉംരിഹി, അവന്റെ ആയുസിനെ കുറിച്ച്, സമയത്തെക്കുറിച്ച് എന്തിനു വേണ്ടി ചെലവഴിച്ചു. അരമണിക്കൂർ റീല് കാണുമ്പോ, അരമണിക്കൂർ വീഡിയോ കാണുമ്പോ, 1 മണിക്കൂർ നേരം നമ്മുടെ ഫോണിൽ സ്ക്രീൻ നമ്മളിങ്ങനെ കാണാൻ പറ്റും. നമുക്ക് നമ്മൾ സ്ക്രീൻ എത്ര തവണ യൂസ് ചെയ്തിട്ടുണ്ട്, ഇന്ന് ഫോൺ എത്ര സമയം എടുത്തിട്ടുണ്ട്, എത്ര മിനിറ്റ് അതിൽ കാണാൻ കഴിയും, ഒക്കെ ക്ലിയറാണ്. നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 24 മണിക്കൂറിൽ 12ഉം 15 മണിക്കൂറൊക്കെ സ്ക്രീനിന്റെ മുന്നിലെ പലരും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കാണി. അള്ളാന്റെ മുന്നിൽ ചോദ്യം ഉണ്ടല്ലോ, ഉറപ്പല്ലേ? നമ്മൾ വിശ്വസിക്കുന്നു. ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളും പരലോകം വിശ്വസിക്കുന്നവരാണെങ്കിൽ ആ പരലോകത്തിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയുന്നത്, ഒരു ചോദ്യമുണ്ട് നമ്മുടെ ആയുസിനെ കുറിച്ച്, സമയത്തെക്കുറിച്ച്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമയം ഒരിക്കലും ഒരാൾക്ക് വേണ്ടിയും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. പ്രഗത്ഭ പണ്ഡിതനായ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഇങ്ങനെ ആളുകൾ വരും. വെറുതെ സംസാരിച്ചിരിക്കാനാ വരിക. അപ്പൊ നിങ്ങൾ വരണ്ടാന്ന് പറയാൻ അദ്ദേഹത്തിനൊരു മടി. അപ്പൊ അദ്ദേഹം എന്താ ചെയ്യാന്നറിയോ? അവരെന്തായാലും വരും, സംസാരിക്കും. ആ സംസാരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ എന്റെ സമയം നഷ്ടപ്പെടുത്തുന്നതാണ്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യുന്നറിയോ? ഈ വരുന്ന ആൾക്കാർ വരുമ്പോ, സംസാരിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് അദ്ദേഹം എഴുതാനുള്ള എഴുത്താണികൾ ഇങ്ങനെ കുറിപ്പിച്ചുകൊണ്ടിരിക്കുക, എഴുതാനുള്ള പേപ്പറുകൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. അദ്ദേഹം റെഡിയാക്കിയിട്ടുള്ള, അദ്ദേഹം രചിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങൾ അത് കെട്ടാനും മറ്റൊക്കെ സമയം കണ്ടു. അവര് വർത്താനം പറയും, അദ്ദേഹം കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും. എന്നിട്ട് അദ്ദേഹം പറയുന്ന കാര്യം എന്താണെന്നറിയോ? എൻ്റെ ഒരു സമയം ഞാൻ മറ്റൊരാൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഏറ്റവും വിലപ്പെട്ട സാധനം അല്ലേ, അമൂല്യം എന്ന് നമുക്ക് പറയാൻ കഴിയുമെങ്കിൽ അത് സമയത്തിന്റെ വിഷയത്തിലാണ്. മൂല്യം കണക്കാക്കാൻ കഴിയൂല ഒരിക്കലും. നമ്മൾ കണ്ട 5 മിനിറ്റ് പിന്നെ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാല്ല. അരമണിക്കൂറും 1 മണിക്കൂറൊക്കെ നമ്മളിങ്ങനെ റീല് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്, അതിലൂടെ നമ്മുടെ സമയം നഷ്ടപ്പെടുന്നുണ്ട്. അത് അള്ളാഹുവിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ 4ാമത്തെ വിഷയം സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും സോഷ്യൽ മീഡിയയുടെ ഉപയോഗം അത് വർദ്ധിക്കുന്നത് കാരണത്താൽ ഇബാദത്തുകളുടെ കാര്യത്തിൽ ഒരു നിസ്സംഗത വരുന്നുണ്ട്, ഒരു മടി കടന്നു വരിക. ഇനി നിസ്കരിക്കുകയാണെങ്കിൽ പോലും ഒരു ശ്രദ്ധയില്ലാത്തൊരവസ്ഥ. എത്രയോ ആളുകൾ നമസ്കാരത്തിന്റെ തൊട്ട് മുമ്പ് വരെ ഒരു പക്ഷേ അവിടെ ജമാഅത്ത് നടക്കുമ്പോൾ പോലെ വേഗം ടൈപ്പ് ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു റീല് മുഴുവനാക്കട്ടെ, അതെന്താണ് അതിന്റെ അവസാനം, പിന്നെ അത് പിന്നെ അത് കിട്ടൂല. ഈ രൂപത്തിൽ റീലുകളിൽ അഡിക്റ്റായി പലരും. നിസ്കാരം അവിടെ നടക്കുമ്പോ അവരുടെ ചിന്ത, അവരുടെ ബാക്കി എന്തായിരിക്കും, ആ വീഡിയോന്റെ ബാക്കി എന്തായിരിക്കും, ഈ രൂപത്തിലാണ് നമ്മുടെ ഇബാദത്തുകൾ നഷ്ടപ്പെടുത്തുന്നു പലരും. നമ്മുടെ മുൻഗാമികളിൽ ചില ആളുകളുടെയൊക്കെ ചരിത്രം വായിച്ചപ്പോൾ അവർ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് അവരുടെ വീട്ടിൽ സുന്നത്ത് നമസ്കാരങ്ങൾക്കോ മറ്റോ നിൽക്കുമ്പോൾ അവരുടെ വാതിലും ജനലും ഒക്കെ അടക്കുന്ന. അദ്ദേഹം അവരോട് ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങളത് ചെയ്യുന്നു? അതിനവർ പറഞ്ഞെന്താണെന്നറിയോ? പുറത്തുനിന്നുള്ള ശബ്ദങ്ങളും കോലാഹലങ്ങളും മറ്റുള്ളവരുടെ സംസാരങ്ങളൊന്നും എനിക്ക് കേൾക്കാതെ സ്വസ്ഥമായി ആരാധനാക്രമം ചെയ്യാനാണ്. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, നമ്മുടെ പോക്കറ്റിൽ തന്നെയാണ് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുന്നിൽ ഫോണിങ്ങനെ തുറന്നു വെച്ചിരിക്കുക. നമ്മൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അതിങ്ങനെ ബ്ലിങ് ആയിക്കൊണ്ടിരിക്കും. ആ സമയത്താണ് പലരും മറ്റുള്ള ആളുകൾ വരെ അതിലേക്ക് നോക്കുന്നു. അവരുടെ നമസ്കാരം വരെ അശ്രദ്ധമായി പോകുന്നുണ്ട്. നമ്മളാ കാരണക്കാര്. എന്റെ 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ ഫ്ലൈറ്റ് മോഡിലിട്ട എന്താ പ്രശ്നം? അതിന് മാത്രം വലിയ പ്രശ്നങ്ങളുണ്ടോ? ഖുതുബ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സംസാരിക്കുന്ന ആളുകൾ, ഖുതുബ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മെസ്സേജ് അയക്കുന്ന ആളുകൾ, അതിന്റെ ഗൗരവം എപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് എന്താ ആ വിഷയത്തിൽ? ഒരാൾ ഖുതുബ നടന്നുകൊണ്ടിരിക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ മറ്റൊരാൾ പറയണം നീ ഉണ്ടാതിരിക്ക് എന്ന് പറഞ്ഞാൽ രണ്ടാളുടെയും ഖുതുബ പോകുന്നു. മറ്റയാൾ സംസാരിച്ചത് കൊണ്ടും ഇയാൾ മാറി നിന്നതുകൊണ്ടും. അത്ര ഗൗരവമുള്ള വിഷയം. പക്ഷെ നിസ്സാരമാക്കിക്കൊണ്ടിരിക്കുന്നു പലരും. ആരെയും കുറ്റപ്പെടുത്താനല്ലേ പ്രിയപ്പെട്ടവരെ? അവിടെ നമ്മുടെ ഇബാദത്തുകളുടെ വിഷയത്തിൽ ഒരു ശ്രദ്ധയുണ്ടാവണം. പലപ്പോഴും ഇബാദത്തുകൾ നഷ്ടപ്പെടുത്തുന്നു ഈ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. എന്നാൽ 5ാമത്തെ വിഷയം സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കൊരുപാട് നന്മകൾ പ്രചരിപ്പിക്കാൻ പറ്റുന്ന സൗകര്യമുണ്ട്, ഒരുപാട് നന്മകൾ. ഒരു പക്ഷേ നമ്മുടെ സ്റ്റാറ്റസിൽ ഒരായത്തിട്ട് കഴിഞ്ഞാൽ അത് 300, 400, 500 ആളുകൾ വായിക്കുന്നുണ്ട്.
ആളുകൾക്ക് ഇത് കിട്ടട്ടെ, ആളുകൾ മനസ്സിലാക്കട്ടെ. അതുപോലെ തന്നെ കുടുംബ ഗ്രൂപ്പിലേക്ക് നമുക്ക് ദീനിയായ കാര്യങ്ങൾ ഷെയർ ചെയ്യാം. ഇങ്ങനെ ഒരുപാട് നന്മകൾ ഷെയർ ചെയ്യാനുള്ള ഒരു ഇടം കൂടിയാണ് സോഷ്യൽ മീഡിയ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി. ആരെങ്കിലും ഒരാൾക്ക് ഒരു നന്മ അറിയിച്ചു കൊടുത്താൽ ചെയ്തവന്റെ അതേ പ്രതിഫലം അറിയിച്ചു കൊടുത്തവനുണ്ട്. ചെയ്തവന്റെ അതേ പ്രതിഫലം. അഥവാ നമ്മളൊരു നന്മ അറിയിച്ചു കൊടുക്കുമ്പോൾ അയാളത് പ്രവർത്തിച്ചു എന്ന് വിചാരിച്ചോ, എങ്കിൽ അതിന്റെ കൂലി അറിയിച്ചു കൊടുത്തത് കൊണ്ട് നമുക്കുണ്ട്. നമ്മുടെ കുടുംബ ഗ്രൂപ്പിലേക്ക് ദീനിയായ കാര്യങ്ങൾ ഷെയർ ചെയ്യപ്പെടണം. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, ചില ഗ്രൂപ്പിലേക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ദീനിയായ കാര്യം ഇട്ട് കഴിഞ്ഞാൽ ഉടനെ പറയും ഇത് ഈ ഗ്രൂപ്പിലിടാൻ പാടില്ല. അങ്ങനത്തെ ഗ്രൂപ്പുകളുണ്ട്. അവിടെ സിനിമാ ലോകങ്ങളെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുന്നവരുണ്ട്, ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് കൃത്യമായ നിലപാടുകൾ പറയുന്നവരുണ്ട്, രാഷ്ട്രീയപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെല്ലാം പറയാനുണ്ടോ അതൊക്കെ പറയുന്നവരുണ്ട്. ഒരു പ്രശ്നമില്ല ഗ്രൂപ്പിൽ. പക്ഷെ ദീനിന്റെ ഒരു കാര്യം ഇട്ട് കഴിഞ്ഞാൽ ഇതിവിടെ പറ്റൂല. എങ്കിൽ ആ ഗ്രൂപ്പിൽ നിൽക്കാൻ നമുക്ക് യോഗ്യതയില്ല എന്ന് മനസ്സിലാക്കണ്ടേ. നമ്മളതിന് പറ്റുന്ന ആളുകളല്ല. എല്ലാ ചപ്പ് ചവറുകളും സംസാരിക്കാം, പക്ഷേ ദീനിന്റെ കാര്യം പറയുമ്പോൾ അവിടെ പ്രയാസം ഉണ്ടാകുക. എങ്കിൽ അത്തരത്തിലുള്ള ഗ്രൂപ്പ് നമ്മൾ മാറിക്കലാണ് നല്ലത്. കാരണം നന്മ പ്രചരിപ്പിക്കാനാണ് നമ്മുടെ സമയം, അല്ലാതെ ഈ ചപ്പ് ചവറുകൾ വായിക്കാനും കേൾക്കാനും കാണാനും അല്ല. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇതോടുകൂടി ചേർത്ത് മനസ്സിലാക്കേണ്ട കാര്യം, നന്മ പ്രചരിപ്പിക്കുക എന്നതോടൊപ്പം തിന്മയുടെ പ്രചാരകരായി നമ്മൾ മാറാനും പാടില്ല. ഏറെ ഗൗരവപ്പെട്ട വിഷയം, തിന്മയുടെ പ്രചാരകരായി മാറുക. അതെങ്ങനെയാ? ഇന്നത്തെ നമ്മുടെ സമൂഹം നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് തിന്മകളാണ് ശരിക്കും ഷെയർ ചെയ്യപ്പെടുന്നതെന്ന് പറയാം. ഏതെങ്കിലും ഒരാൾ ചെയ്ത ഒരു തെറ്റ് ഒരു പക്ഷേ അയാൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പായിട്ടില്ല, അപ്പോഴേക്ക് നമ്മൾ ഷെയർ ചെയ്യും. ദാ കണ്ടോ ഇന്നാളുടെ സ്വഭാവം, അത് പിടിക്കപ്പെട്ടു എന്നാ പറയുന്നത്. ഒരു പക്ഷേ പല ആളുകളും പിടിക്കപ്പെട്ടതിനേക്കാൾ കൂടുതൽ അവർ നിരപരാധികളാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ടാകും. പക്ഷെ അത് ഷെയർ ചെയ്യപ്പെടൂല. പലപ്പോഴും ആ പിടിക്കപ്പെട്ടത് മാത്രം കാലങ്ങളോളം അയാളെ ആ ഒരു ചോദ്യവുമായി കൊണ്ട് സമൂഹം നിർത്തുന്ന ഒരവസ്ഥയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളതിന് നിൽക്കാൻ പാടില്ല. നിങ്ങൾക്കറിയോ, വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന ആയത്ത്. ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് അപവാദം പറഞ്ഞപ്പോ അതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി കൊടുത്ത ആയത്തുണ്ട്. ചില ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷത ഫില്ലദീന ആമനൂ. വിശ്വാസികൾ തീർച്ചയായും സത്യവിശ്വാസികൾക്കിടയിൽ ദുർവൃത്തി പ്രചരിപ്പിക്കുന്നത് ഇഷ്ടപ്പെടുന്നവരാരോ ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയാ വൽ ആഖിറ. നമ്മൾ പല തെറ്റുകൾ പറയുമ്പോഴും ലഹും അദാബുൻ അലീം അല്ലെങ്കിൽ ലഹും അദാബുൻ ഫിൽ ആഖിറ എന്നൊക്കെ ഉണ്ടാവുക. അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്, പരലോകത്തെ ശിക്ഷയുണ്ട് എന്നാ പറയാ. പക്ഷേ ഈ ആയത്തിൽ പറഞ്ഞ എന്താണെന്നറിയോ? ലഹും ഫിദ്ദുനിയാ ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയാ വൽ ആഖിറ. അവർക്ക് വേദനയേറിയ ശിക്ഷ ദുനിയാവിലുണ്ട്, പരലോകത്തുണ്ട്. ഒരാളെക്കുറിച്ച് ആരോപണം പറയുമ്പോൾ ഇനി അതുള്ളതാണെന്ന് വിചാരിച്ചോ, എന്തിനാ നമ്മൾ പറഞ്ഞെടുക്കേണ്ട ആവശ്യം? ഒരാൾ ചെയ്തതാണ്, ആളുകൾ കണ്ടതാണ്, അത് തെളിഞ്ഞതാണ്. എങ്കിലും നമ്മളെന്തിന് ഷെയർ ചെയ്യണം? അതുകൊണ്ട് നമുക്കെന്ത് നേട്ടമുള്ളേ? ഈ ഒരു ആയത്ത് വെച്ചുകൊണ്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു വാചകമുണ്ട്. തിന്മ പ്രചരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും പരലോകത്തും ശിക്ഷ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിന്മക്ക് അതിനെ പ്രചരിപ്പിക്കാനായി ഒരുങ്ങിയിരിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു വാചകമാണത്. ഇത് പ്രചരിപ്പിക്കാൻ ആഗ്രഹം മാത്രമേ ഉള്ളൂ. ആ ആളുകളുടെ വിഷയത്തിൽ അത്ര ഗൗരവം. എന്നാൽ അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ആളുകളുണ്ട്. അതിനുവേണ്ടി സൈബർ ഇടങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്, വർഗീയതകൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്, അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുന്നവരുണ്ട്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യേണ്ടവരല്ല. നമ്മളൊന്ന് ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റിൽ ഒരു 4000 ആളുകളുണ്ടെങ്കിൽ 3000 ആളുകളുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാനത് ഷെയർ ചെയ്യുമ്പോൾ 3000 ആളുകളെയാണ് ഞാൻ അറിയിക്കുന്നത്. 3000 ആളുകൾക്കാണ് ഞാനത് അയച്ചു കൊടുക്കുന്നത്. അത് ഞാൻ അയച്ചു കൊടുക്കണോ വേണ്ടേ? അത് ഓരെങ്ങനെ മനസ്സിലാക്കുമില്ലേ? ഇതൊക്കെ അത് ബോധ്യപ്പെട്ടിട്ട് നമ്മൾ അയച്ചു കൊടുക്കാൻ പാടുള്ളൂ. അതല്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ നമ്മൾ നന്മ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നത് പോലും തിന്മയായി മാറും. കാരണം നമ്മൾ ആദ്യം കേട്ടതുപോലെ ആവണമെന്നില്ല പിന്നീടുള്ള വാർത്തകൾ.
പിന്നീടുള്ള വാർത്തകൾ അങ്ങനെയാവണമെന്നില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ഷെയറിങ്ങുകൾ, അത്തരത്തിലുള്ള സ്റ്റാറ്റസ് വെക്കലുകൾ, അത്തരത്തിലുള്ള പോസ്റ്റിങ്ങുകൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ആറാമത്തെ വിഷയം, സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ പിശാചിന്റെ വിഹാര കേന്ദ്രമാണ്. അതോടൊപ്പം നമ്മൾ നല്ലോണം പിശാചിന്റെ കെണികളുടെ വിഷയത്തിൽ ജാഗരൂകരായിട്ടിരിക്കണം. നമ്മളെ തിന്മയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് പിശാച് അവന്റെ അജണ്ടയായിട്ടെടുത്തതാണ്. അവിടെ പ്രിയപ്പെട്ടവരെ പല തിന്മകൾക്കും സാധ്യതകളുണ്ട്. ഒരു പക്ഷേ സാമ്പത്തിക തട്ടിപ്പുകൾ അവിടെ നടക്കാൻ സാധ്യതയുണ്ട്, ഹണി ട്രാപ്പുകൾ നടക്കാൻ സാധ്യതയുണ്ട്. അവിടെ ഒരു വിശ്വാസി ജാഗ്രത പാലിക്കണം. ഒരു പക്ഷെ ഒരു മെസ്സേജ് അല്ലേ, ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല, ഒരു പേഴ്സണലായ ഒരു കാര്യം മാത്രം. ഈ തരത്തിലുള്ള മെസ്സേജുകളും സലാം പറച്ചിലുകളും കുശലാന്വേഷണങ്ങളുമാണ് പിന്നീട് മോശമായ പല ബന്ധങ്ങളിലേക്കും പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം കൃത്യമായി കൊണ്ട് വിശ്വാസിയോട് പറഞ്ഞു, വലാ തഖറബുസ്സിന, വലാ തഖറബുസ്സിന, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല ഖുർആനിലുള്ളത്. വ്യഭിചരിക്കരുത് എന്നല്ല, വലാ തഖറബുസ്സിന, വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുത്തു പോകരുത്. കാരണം അതൊന്ന് അടുത്തു കഴിഞ്ഞാൽ, അതിന്റെ ആ ഒരു ബൗണ്ടറിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിലേക്ക് വീണുപോകും. എത്ര വലിയ സൂക്ഷ്മതയുള്ള ആളാണെങ്കിലും, എത്ര വലിയ ഈമാനുണ്ടെന്ന് പറഞ്ഞാലും ശരി, ഒരു പക്ഷേ ആണും പെണ്ണും ഒറ്റക്കാകുമ്പോൾ, പ്രത്യേകിച്ച് മെസ്സേജ് അയക്കുന്ന സമയങ്ങളൊക്കെ ഒറ്റക്കാണുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ സൂക്ഷിക്കണം. പിശാച് അവിടെ ഇടപെടും. അത് നല്ല ഒരു കാര്യത്തിന് വേണ്ടിയല്ലേ, ഇന്ന ഒരു കുടുംബ വിഷയത്തിലല്ലേ, ഒക്കെ നമുക്ക് പറയാനുണ്ടാകും. പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഏഴാമത്തെ വിഷയം, നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ അതിൽ പോസ്റ്റ് ചെയ്യുമ്പോഴും ഷെയർ ചെയ്യുമ്പോഴും അതിൻ്റെ ആധികാരികത കൂടി നമ്മൾ ഉറപ്പുവരുത്തണം. അത് സത്യമാണോ അല്ലയോ എന്ന് പരിശോധിക്കണം. വിശുദ്ധ ഖുർആനിലെ ഒരായത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന വിഷയത്തിൽ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ, നിങ്ങളുടെ അടുക്കലേക്ക് ഫാസിഖായ തെമ്മാടിയായ ഒരാൾ ഒരു വാർത്തയുമായിട്ട് വന്നാൽ, ഫതബയ്യനൂ, നിങ്ങളതിനെ വ്യക്തമായി അന്വേഷിക്കണേ. കൃത്യമായിട്ട് പറയണം. എന്നിട്ട് അല്ലാഹു പറയാണ്, അൻ തുസീബു ഖൗമൻ ബിജഹാല ഫതുസ്ബിഹു അലാ മാ ഫഅൽതു നാദിമിൻ. നിങ്ങളിതൊന്നും അന്വേഷിക്കാതെ പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു നടന്ന് അവസാനം പറഞ്ഞതിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഖേദം വരുന്നതിനേക്കാൾ നല്ലതാണ്. ഒരാൾ നമുക്കൊരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ അത് നമ്മളൊന്ന് രണ്ടു വട്ടം ആലോചിക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അത് ആലോചിച്ചിട്ട് നമുക്കത് വേണ്ടതാണെങ്കിൽ മാത്രം ഷെയർ ചെയ്യാം. പ്രത്യേകിച്ച് മറ്റുള്ളവന്റെ കുറ്റങ്ങളും കുറവുകളൊക്കെ ആണെങ്കിൽ, ഏതെങ്കിലും ഒരാളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അയാൾ പിടിക്കപ്പെട്ടു എന്നതൊക്കെയാണെങ്കിൽ നമ്മൾ സ്വയം ആലോചിക്കേണ്ടത്, റബ്ബേ ഞാനിപ്പോൾ ഇതെന്തിനാ അയക്കേണ്ട ആവശ്യം? അയാളെക്കുറിച്ച് ഞാൻ നാലാളോട് പറഞ്ഞു കൊടുത്തു, കുറേ ആളുകൾക്ക് അയച്ചു കൊടുത്തു. പക്ഷെ പിന്നീട് അയാൾ തെറ്റുകാരനല്ല എന്ന് കോടതി തെളിയിച്ചാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുക? അത്രയും കാലം ആ ആൾക്കെതിരെ ആരോപണം പറഞ്ഞതിന്റെ കുറ്റം നമുക്കുണ്ടാവില്ലേ? എങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ വിഷയത്തിൽ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. വ്യക്തികളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും നമ്മൾ നല്ലോണം ആലോചിച്ചതിന് ശേഷം മാത്രം അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെടാം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. ഒരാൾ കള്ളം പറഞ്ഞവനാകുന്നത്, അവൻ കള്ളനാകാൻ മതിയായതാണ്. അവൻ കേട്ടത് മുഴുവൻ പറയാം. ഞാൻ കേട്ടതല്ലേ, ഞാൻ അറിഞ്ഞതല്ലേ, എനിക്ക് കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് കിട്ടിയത്, ശരി, കേട്ടത് മുഴുവൻ പറയാ എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാചകം പറയുന്നത്. അതൊരു കള്ളനാകാൻ മതിയാകും, അവൻ കളവ് പറയുന്നവരാകാൻ മതിയാകും. കാരണം കേട്ടതിൽ മുഴുവൻ ശരിയാവണമെന്നില്ല. ചിലതൊക്കെ പലരും കൂട്ടി പറഞ്ഞതായിരിക്കാം, കുറച്ചു പറഞ്ഞതായിരിക്കാം. എങ്കിൽ പ്രിയപ്പെട്ടവരെ, അത്തരത്തിലുള്ള കാര്യത്തിൽ നമ്മൾ ഏറെ ഗൗരവം കാണിക്കണം. കാരണം കളവ് പറയുക എന്നുള്ളതിന്റെ ഗൗരവത്തറിയാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ രണ്ട് മലക്കുകൾ വന്ന് വിളിച്ചു കൊണ്ടുപോകുന്ന ഒരു രംഗമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നിട്ട് പല കാഴ്ചകളും കാണുന്നുണ്ട്, ഖബറിൽ അനുഭവിക്കുന്ന പല കാഴ്ചകളും. ആ കാഴ്ചയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ കണ്ടു. അയാൾ മലർന്നു കിടക്കുകയാണ്. അയാളുടെ വായിലും മൂക്കിലുമൊക്കെയായിട്ട് ഇരുമ്പിന്റെ കൊളുത്തുകൾ ഇട്ടിട്ടുണ്ട്. എന്നിട്ടൊരു മലക്ക് നിന്നുകൊണ്ട് അതിങ്ങനെ വലിച്ചു കീറുകയാണ്. അത് വലിച്ചു കീറി പിരടിയുടെ ഭാഗം വരെ വലിച്ചു കീറി. അയാൾ ആർത്ത് കരയാണ്. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും മലക്ക് ഇങ്ങോട്ട് തിരിച്ചു വരും. എന്നിട്ട് ഇപ്പുറത്തും അതുപോലെ കൊളുത്തിട്ടുകൊണ്ട് വീണ്ടും വലിക്കും. അപ്പോഴേക്ക് ഈ ഭാഗം ശരിയാക്കും. ഈ ഒരു മനുഷ്യനെ
ഇത്രയേറെ പ്രയാസം അനുഭവിക്കുന്ന ഒരാളെ കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെ വന്ന ആളുകളോട് ചോദിച്ചു, എന്താണ് ഇയാൾ ചെയ്ത തെറ്റ്? അതിനവർ പറഞ്ഞു കൊടുത്ത മറുപടി പിന്നീട് ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവർ പറയാണ്, ഇയാളിങ്ങനെ രാവിലെ ഇറങ്ങും, ഓരോരുത്തരെ കുറിച്ചും ഇങ്ങനെ കുറ്റങ്ങളും കുറവുകളും പറയും. ചക്രവാളം മൂടുമാറ് അയാൾ കളവ് പറഞ്ഞുകൊണ്ടിരിക്കും. സംസാരിക്കുക, കളവ് പറയുക. അത് കേവലം സംസാരത്തിൽ മാത്രമല്ല, ഇങ്ങനെ പോസ്റ്റുകൾ ഷെയർ ചെയ്യുമ്പോൾ, പല കാര്യങ്ങളും ലൈക്ക് അടിക്കുമ്പോൾ, പല കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്, അത് നമ്മളെ പരലോകം നഷ്ടപ്പെടുത്തുന്നതാണോ എന്ന ഒരു ബോധ്യപ്പെടൽ പ്രിയപ്പെട്ടവരെ നമ്മളിൽ ഉണ്ടാവണം. 8ാമത്തെ വിഷയം, സോഷ്യൽ മീഡിയ എന്നുള്ളത് നമുക്കൊരുപാട് പഠിക്കാനുള്ള സൗകര്യമാണ്. അവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ നമുക്കുണ്ട്. പക്ഷേ പഠിക്കുമ്പോഴും പ്രബോധനം ചെയ്യുമ്പോഴും നമ്മൾ ഏറെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ട വിഷയം, നമ്മൾ ദീനാണ് പഠിക്കുന്നത്. അതുകൊണ്ട് കേൾക്കുന്ന ആളുകളുടെ വിഷയത്തിൽ ഒരു ശ്രദ്ധയുണ്ടാവണം. കേൾക്കുന്ന ആളുകളുടെ വിഷയത്തിൽ ഒരു ശ്രദ്ധയുണ്ടാവണം. മഹാനായ മുഹമ്മദ് ബിൻ സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു വാചകമുണ്ട്, ഇന്ന ഹാദൽ ഇൽമ ദീനുൻ. തീർച്ചയായും ഈ ദീൻ എന്ന് പറഞ്ഞാൽ അത് അറിവെന്ന് പറഞ്ഞാൽ അത് ദീനാണ്. അറിവെന്ന് പറഞ്ഞാൽ അത് ദീനാണ്. ഫൻദുറു അമ്മൻ തഅഖുദു ദീനകും. നിങ്ങൾ ആരിൽ നിന്നാണ് നിങ്ങളുടെ ദീൻ സ്വീകരിക്കുന്നത് എന്ന് പരിശോധിക്കണം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ദീന് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതോ ഒരാൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി, അയാളൊരു ക്യാമറ ഓണാക്കി ഒരു തൊപ്പിയിട്ടു, എന്തൊക്കെയോ അറബിയിൽ പറഞ്ഞാൽ അത് പിന്നെ ദീനാണ് പല ആളുകൾക്കും. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല പറയണത്. അതിൻ്റെ ആധികാരികത പലരും നോക്കണില്ല. എത്രയോ ആളുകൾ പലപ്പോഴും നമ്മളെ പോലുള്ള ആളുകൾക്ക് മെസ്സേജ് അയച്ചിട്ട് ചില വീഡിയോസ് കാണിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യമുണ്ടോ, ഇങ്ങനെ കാര്യമുണ്ടോ, നിസ്കരിക്കുമ്പോൾ തുപ്പലിറക്കാൻ പാടില്ല, അങ്ങനെ ഒരാൾ പറയുന്നത് കേട്ടു. ഇങ്ങനെ കുറേ വിഷയങ്ങൾ ഓരോരുത്തരും അവരവർക്ക് തോന്നിയ രൂപത്തിലോ അവരെവിടെയെങ്കിലും വായിച്ച ഏതെങ്കിലും പാഠക്കിതാബിലുള്ള വിഷയങ്ങളോ ഒക്കെ അങ്ങനെ വീഡിയോ ആക്കി വിടുക. അതിന് വലിയ ബാക്ക്ഗ്രൗണ്ടും കൊടുക്കും. അത് വേറൊരു വിഷയം. കാരണം അത്തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ പലപ്പോഴും ഉണ്ടാവാറുള്ളത് സംഗീതങ്ങളാണ്, മ്യൂസിക്കുകളാണ്. ഇസ്ലാം മ്യൂസിക് അനുവദിച്ചിട്ടില്ല. ദീനിന്റെ കാര്യം പറയാൻ വേണ്ടി മ്യൂസിക് ഉപയോഗിക്കുക. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം. നമ്മൾ ദീന് കേൾക്കുമ്പോൾ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയകളിൽ നിന്ന്, അത് യൂട്യൂബിൽ നിന്നോ ഫേസ്ബുക്കിൽ നിന്നോ ഇൻസ്റ്റാഗ്രാമിൽ നിന്നോ എന്തിൽ നിന്നാണെങ്കിലും ശരി, കേൾക്കുമ്പോൾ അതിന്റെ ആധികാരികത നമ്മൾ നോക്കണം. കാരണം അത് ദീനാണ്. ഒരു അറബിയിൽ എന്തെങ്കിലും പറയുമ്പോഴേക്ക് അത് ദീനാവൂല. അറബിയിൽ പറയുന്നതൊക്കെ ഖുർആനല്ല. ഒരു വെളുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരാൾ പറഞ്ഞാൽ അത് ദീനാവണമെന്നില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല പറയുന്നത്. പക്ഷെ നമ്മളൊന്ന് പരിശോധിക്കണം, അന്വേഷിക്കുക. ഇങ്ങനൊരു സംഭവം കണ്ടു, അതിൽ വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് പറയുന്നുണ്ടോ? നമുക്ക് തന്നെ നോക്കാം. കാരണം നമ്മുടെ വീട്ടിൽ ഖുർആനുണ്ട്, പരിഭാഷയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫോണിലുണ്ട്, പരിശോധിക്കാം. അതല്ല വല്ല ഹദീസുകളാണെങ്കിൽ അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ ഉദ്ധരണികളാണെങ്കിൽ അത് നമുക്ക് അന്വേഷിക്കാം. ഇങ്ങനൊരു സംഭവം കേട്ടു, അറിവുള്ളവരോട് അന്വേഷിച്ചോ, പഠിക്കണം. അതല്ലാതെ ഒന്നും കേൾക്കണ്ട എന്നല്ല ഈ പറഞ്ഞതിന്റെ വിഷയം. ഇനി 9ാമത്തെ വിഷയം, സോഷ്യൽ മീഡിയയുടെ വിഷയത്തിൽ ഏറെ ഗൗരവപ്പെട്ടൊരു വിഷയം, കുടുംബ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു, ബാധ്യതകൾ വിസ്മരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പല ആളുകളും സോഷ്യൽ മീഡിയ അത് ഉപയോഗിക്കുന്നു. വീട്ടിലേക്ക് വരുമ്പോഴും ഫോൺ ഉപയോഗിച്ചിട്ടാണ് വരിക. വീട്ടിൽ കയറുന്ന സമയത്ത് പോലും ഭാര്യന്റെ മുഖത്തേക്ക് നോക്കൂല, മക്കളുടെ മുഖത്തേക്ക് നോക്കൂല. അപ്പോഴും സ്ക്രീനിലേക്ക് നോക്കിക്കൊണ്ട് നേരെ റൂമിലേക്ക് പോകുന്ന ആളുകൾ. ഭാര്യ ഇവിടെ വന്നിരിക്കും, സംസാരിക്കാൻ അവൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ സംസാരിക്കാൻ ഇയാൾക്ക് സമയമല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അവളും ഫോൺ എടുക്കും. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം. സോഷ്യൽ മീഡിയകളിലൂടെ നമ്മൾ മണിക്കൂറുകൾ റീലുകൾ കണ്ട്, വീഡിയോസ് കണ്ട് ഇങ്ങനെ മാറ്റുമ്പോൾ നമ്മുടെ ഭാര്യ ഒറ്റപ്പെടുന്നുണ്ട്. നമ്മുടെ മക്കൾ ആഗ്രഹിക്കുന്നു നമ്മുടെ സ്നേഹപൂർണമായ പെരുമാറ്റങ്ങൾ. നമ്മുടെ വാപ്പ ആഗ്രഹിക്കുന്നുണ്ട്, വാപ്പ നിങ്ങളുടെ ഭക്ഷണം കഴിച്ചോ എന്നൊരു ചോദ്യം ചോദിക്കാൻ. ഉമ്മ ആഗ്രഹിക്കുന്നുണ്ട്, ഉമ്മ നിങ്ങളുടെ മരുന്ന് തീർന്നോ എന്നൊരു ചോദ്യം. അയൽവാസികളോട് ബന്ധമില്ല, കുടുംബക്കാരോട് ബന്ധമില്ല, ആരോടും യാതൊരു ഉത്തരവാദിത്വവുമില്ല എന്ന നിലക്കാണ് ഇന്ന് പല ആളുകളും വന്നുകൊണ്ടിരിക്കുന്നത്. പലരുടെയും ചോദ്യം പോലും അങ്ങനെയാണ്. ചില പെൺകുട്ടികൾ കല്യാണം കഴിയുന്നതിന് മുമ്പ് ചോദ്യം, അമ്മായിമനെ നോക്കേണ്ടത് എന്റെ കടമയാണോ അല്ലേ? അമ്മോശന്റെ കാര്യത്തിൽ ഞാൻ വല്ല കാര്യങ്ങളും ചെയ്തു കൊടുക്കണോ വേണ്ടേ? ഭർത്താവിന്റെ കാര്യം എത്രത്തോളം എനിക്ക് ചെയ്യാം? ഇത് ചോദിച്ചിട്ട് വിവാഹത്തിലേക്ക് വരെ പലരും ഇറങ്ങണത്. വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് നമ്മുടെ സമൂഹത്തിന്റെ പോക്ക്. ഒരാളോടും ഒരു ബന്ധമില്ല, ആരോടും ബാധ്യതയില്ല, ഒരാളുടെ കാര്യത്തിലും ഞാനൊന്നും ചെയ്യൂല, എനിക്ക് എന്റെ കാര്യം മാത്രം മതി. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരു ചരിത്രം കേട്ടോ.
മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, അദ്ദേഹവും അബൂ ദർദാ റളിയല്ലാഹു അൻഹു നല്ല ബന്ധമുള്ളവരായിരുന്നു. അബൂ ദർ റളിയല്ലാഹു അൻഹു രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായിരുന്നു. ഒരു ദിവസം അബൂ ദർദാഇന്റെ വീട്ടിലേക്ക് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. അബൂ ദർദാ റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ടായിരുന്നില്ല. സൽമാനുൽ ഫാരിസി വന്നപ്പോൾ നല്ല കൂട്ടുകാരനായതുകൊണ്ട് തന്നെ ഉമ്മു ദർദാ പറഞ്ഞു കയറിയിരിക്കുന്നു. ഉമ്മു ദർദാഇനെ നോക്കുമ്പോൾ മുഷിഞ്ഞ ഒരു വേഷമാണ് ധരിച്ചിട്ടുള്ളത്. കുറച്ചു കഴിഞ്ഞ് അബൂ ദർദാ റളിയല്ലാഹു അൻഹു കടന്നു വന്നു. രണ്ടുപേരും കുറച്ചു നേരം സംസാരിച്ചു. ഭക്ഷണത്തിന്റെ സമയമായി. അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് പോകാം. ഭക്ഷണം വിളമ്പി സൽമാൻ ഫാരിസിന്റെ മുന്നിലേക്ക് നീട്ടിക്കൊടുത്തു. അബൂ ദർദാ, നിങ്ങൾ കഴിക്കും. അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനോട് സൽമാൻ ഫാരിസ് ചോദിച്ചു, അതാ നിങ്ങൾ കഴിക്കാത്തെന്താ? ഞാൻ നോമ്പിലാണ്, എനിക്കൊന്ന് നോമ്പാണ്. സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ നോമ്പ് മുറിക്കാതെ, നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ ഞാൻ കഴിക്കൂല. അവിടെ ഒരു നിയമമുണ്ട്. അങ്ങനെ സുന്നത്ത് നോമ്പാണെങ്കിൽ അതിഥികൾക്ക് വേണ്ടി നോമ്പ് മുറിക്കാം. അബൂ ദർദാ റളിയല്ലാഹു അൻഹു നോമ്പ് മുറിച്ചു. രണ്ടുപേരും സംസാരം തുടർന്നു. ഏകദേശം രാത്രിയായി. സൽമാൻ ഫാരിസിനോട് പറഞ്ഞു, നിങ്ങളിന്ന് ഇവിടെ നിന്നോളി. സൽമാൻ ഫാരിസ് സമ്മതിച്ചു. സൽമാൻ ഫാരിസ് കിടക്കാൻ നിന്നു. അബൂ ദർദാ റളിയല്ലാഹു അൻഹു മാറിപ്പോവാണ്. ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാ? ഞാൻ പോയിട്ട് നിസ്കരിക്കട്ടെ. പറ്റൂല, നിങ്ങൾ കിടക്കും. നിങ്ങൾ നിങ്ങളുടെ ഭാര്യൻ്റെ അടുത്ത് പോയി. എന്നിട്ട് രാത്രിയുടെ പകുതിയോളമായപ്പോൾ, അല്ലെങ്കിൽ അതിൽ കൂടുതലായപ്പോൾ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. എന്നിട്ട് അബൂ ദർദാ റളിയല്ലാഹു അൻഹു വിളിച്ചു. എന്നിട്ട് രണ്ടുപേരും നിസ്കരിച്ചു. ഈ സംഭവം കഴിഞ്ഞ് പിറ്റേ ദിവസം സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങൾക്ക് നിങ്ങളോട് ചില കടമകളുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനോട് ചില കടമകളുണ്ട്. നിങ്ങളുടെ ഭാര്യയോടും മക്കളോടും കുടുംബത്തോടും നിങ്ങൾക്ക് കടമകളുണ്ട്. ആ കടമകൾ മുഴുവൻ നിങ്ങൾ ചെയ്യണം. ഈ വാചകം സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പിറ്റേ ദിവസം നേരെ നബിന്റെ അടുത്തേക്ക് ചെല്ലുക. ഒരു പരാതി പറയാനാ ചെല്ലണത്. ഇന്നലെ എന്നെ നിസ്കരിക്കാൻ അയച്ചിട്ടില്ല, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറയാൻ. ഈ സംഭവം പറഞ്ഞതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സ്വദഖ സൽമാൻ, സൽമാനുൽ ഫാരിസി പറഞ്ഞത് സത്യമാണ്. കാരണം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഭാര്യയോട് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, മക്കളോട് ചില കടമകളുണ്ട്, വാപ്പയോടും ഉമ്മയോടും ബാധ്യതകളുണ്ട്. ആ ബാധ്യതകളൊക്കെ വിസ്മരിക്കുന്ന അവസ്ഥയിലേക്കാണ് പലപ്പോഴും സോഷ്യൽ മീഡിയ ഉപയോഗങ്ങൾ എത്തിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളൊരു സമയം നിശ്ചയിക്കണം. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഫോൺ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയല്ല ഉണ്ടാവേണ്ടത്. അവിടെ നമ്മുടെ ഭാര്യയോടൊപ്പം ഇരിക്കാൻ നമുക്ക് സമയം കണ്ടെത്തണം, മക്കളോടൊപ്പം ഇരിക്കാൻ സമയം കണ്ടെത്തണം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉമ്മയോടും വാപ്പയോടുള്ള ബന്ധങ്ങൾ നമ്മൾ നന്നാക്കണം. 10ാമത്തെ വിഷയം, സോഷ്യൽ മീഡിയയുടെ വിഷയത്തിൽ ഏറ്റവും ഗൗരവപ്പെട്ട ഒരു കാര്യമാണ് അല്ലാഹ് കാണുന്നു എന്നുള്ളൊരു ബോധ്യം ഉണ്ടാവുക. അല്ലാഹ് കാണുന്നുണ്ട്. നമ്മുടെ എന്ത് കാണുമ്പോഴും ഒരു പക്ഷേ നമ്മൾ കണ്ടത് ഡിലീറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ നമുക്ക് കഴിയും. എത്രയെല്ലാം ഡിലീറ്റ് ചെയ്താലും, അതിന്റെ എല്ലാ കോഡുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും, അതിന് പ്രത്യേകമായ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കഴിഞ്ഞാലും അള്ളാഹുവിന്റെ കാഴ്ചയിൽ നിന്ന് മറക്കാൻ നമുക്ക് കഴിയില്ല. അവിടെ ഒരു ബോധ്യപ്പെടൽ പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാവണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞ ഒരു വാചകമുണ്ട്, അലം യഅലം ബിഅന്നല്ലാഹ യറാ. നിങ്ങൾ മനസ്സിലാക്കണില്ലേ അല്ലാഹ് കാണുന്നുണ്ട് എന്ന്? അല്ലാഹ് കാണുന്നുണ്ട്. ഒരു പക്ഷേ നമ്മുടെ മക്കളെ നമുക്ക് മറച്ചു വെക്കാൻ കഴിയും, ഭാര്യയെ മറച്ചു വെക്കാൻ കഴിയും, ഫോണിന് ലോക്കിട്ട് വെക്കാൻ കഴിയും, ഒക്കെ പറ്റും. ഇതൊക്കെ നമ്മുടെ ദുനിയാവിന്റെ വിഷയത്തിൽ മറ്റുള്ളവരെ മറച്ചു പിടിക്കുക, അത്രയേ ഉള്ളൂ. പക്ഷെ അള്ളാന്റെ മുന്നിൽ നമ്മൾ നിൽക്കുന്ന രംഗമുണ്ട്. അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പേടിക്കേണ്ടത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു വീട്ടിൽ നിന്നൊരു ശബ്ദം കേട്ടു. ഒരു ഉമ്മയും മകളും തമ്മിലുള്ള സംസാരം. ഒരു പക്ഷേ നമ്മൾ കേട്ടിട്ടുണ്ടാകും ആ ചരിത്രം. ആ ഉമ്മ മകളെ വിളിച്ചിട്ട് പറയാണ്, പാലിൽ കുറച്ച് വെള്ളം ചേർക്ക്. ആ സമയത്ത് മകൾ പറഞ്ഞു, അമ്മ അത് ചേർക്കരുത് എന്ന് അമീറുൽ മുഅ്മിനീൻ പറഞ്ഞിട്ടില്ലേ? ഉമർ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ ചേർക്കാൻ പാടില്ല, പാലിൽ വെള്ളം ചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ സമയത്ത് ഉമ്മ പറയാണ്, ഇതിപ്പോ ഉമറൊന്നും കാണൂല. ഈ ഒരു സമയത്ത് ഉമർ എവിടുന്ന് കേൾക്കാനാ? ഉമർ അറിയൂല. ആ സമയത്ത് ആ കുട്ടി പറയുന്ന ഒരു വാചകമുണ്ട്. ആ പെൺകുട്ടി പറയാണ്, ഇൻ കാന ഉമറു ലാ യറാനാ ഫറബ്ബു ഉമറ യറാനാ. ഉമ്മ, ഉമർ ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല, പക്ഷെ ഉമറിന്റെ റബ്ബുണ്ട്, ആ റബ്ബ് കാണുന്നുണ്ട്. അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു പക്ഷേ ഒരു CCTVന്റെ മുന്നിൽ നിൽക്കുകയാണെങ്കിൽ ഒരു ബേജാറുണ്ട് നമുക്ക്. ഒരാൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ നമുക്കൊരു ബേജാറുണ്ട്.
നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഒരു ബീപ് ബീപ് സൗണ്ട് കേൾക്കുമ്പോൾ അയാൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഒന്നുകൂടി നമ്മൾ ശബ്ദം ക്ലിയർ ആക്കും, സംസാരം കൃത്യമാക്കും. ഏതെങ്കിലും മോശപദം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉടനെ അവസാനിപ്പിക്കും. കാരണം അതൊക്കെ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. എങ്കിൽ ഖുർആനിലുള്ള പറയാണ്, മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. സൂക്ഷ്മജ്ഞാനികളായ മലക്കുകൾ രേഖപ്പെടുത്താതെ നിങ്ങളൊന്നും സംസാരിക്കണില്ല. എന്ത് സംസാരിക്കുന്നുണ്ടോ, എന്ത് പ്രവർത്തിക്കുന്നുണ്ടോ, എന്തെല്ലാം ചെയ്യുന്നുണ്ടോ അത് മുഴുവൻ മലക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ വിഷയത്തിൽ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ 10 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ശഅബാൻ മാസത്തിൻ്റെ ഫളലുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ വിശദീകരിച്ചത്. സ്വാഭാവികമായിട്ടും ശഅബാൻ 15 കടന്നു വരുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇബാദത്തുകളായി പലതും ചെയ്യാറുണ്ട് പലരും. ഇതിന് വല്ല ദീനീയായ കാര്യങ്ങളുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ ശഅബാൻ 15ന്റെ ഫളിലിനെ കുറിച്ച്, ആ ഒരു ദിവസത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു. ഹദീസിൽ കാണുവാൻ സാധിക്കും, ഇന്നല്ലാഹ ലയത്തലിഉ ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ. ശഅബാനിന്റെ പകുതിയാകുമ്പോൾ അഥവാ 15-ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകളിലേക്ക് എത്തി നോക്കും. ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നേ ദിവസം പുറത്തു കൊടുക്കും. 2 ആളുകൾക്കൊഴികെ, 2 ആളുകൾക്കല്ലാത്ത എല്ലാവർക്കും പുറത്തു കൊടുക്കും. ഇല്ലാ ലിമുശ്രിക്കിൻ, ശിർക്ക് ചെയ്യുന്ന ആളുകൾക്കൊഴികെ, അല്ലാഹുവിൽ പങ്കു ചേർക്കുന്ന, അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾക്കൊഴികെ. രണ്ടാമത്തതോ ഔ മുശാഹിനിൻ. മുശാഹിൻ എന്ന് പറഞ്ഞാൽ പകയും വിദ്വേഷവും കൊണ്ട് നടക്കുന്ന ആളുകൾ, തന്റെ സഹോദരങ്ങളോട് പകയോടെ വിദ്വേഷത്തോടു കൂടി ജീവിക്കുന്ന ആളുകൾ. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ വിശദമായി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ 2 ആളുകൾക്കല്ലാതെ ബാക്കി എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും എന്ന് പറയുന്ന ഒരു ഹദീസ് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നല്ലാതെ ആ ദിവസത്തിൽ പ്രത്യേകമായി ഒരു നോമ്പെടുക്കാൻ, ബറാഅത്ത് നോമ്പ് എന്ന പേരിലോ അന്നേ ദിവസം പ്രത്യേകമായി കൊണ്ട് ചില നമസ്കാരങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയോ, അന്നേ ദിവസം പ്രത്യേകമായി ചില സൂറത്തുകൾ ഇത്ര എണ്ണം ചൊല്ലണമെന്നോ, അന്നേ ദിവസം വിശ്വാസികൾ പരസ്പരം മധുരം കൈമാറണമെന്നോ ഒന്നും വന്നിട്ടില്ല. ഞാനിത് പറയുമ്പോൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ശഅബാൻ 15-നെ സംബന്ധിച്ചിടത്തോളം ഹദീസിൽ വന്നിട്ടുണ്ട്. പക്ഷേ അന്നേ ദിവസം ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അതെന്തോ ഒരു പുണ്യകരമായ കാര്യമാണ് എന്ന നിലക്ക് നമ്മുടെ സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച ജീവിതത്തിലെ 63 കൊല്ലത്തിലുണ്ടായിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത്തരത്തിലുള്ള ബിദ്അത്തായ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്തോ അതിൽ നമ്മൾ നിൽക്കുകയും ചെയ്യുക. എന്നാൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചിരുന്നു, ശഅബാൻ മാസം ഒരാൾ ധാരാളം നോമ്പെടുക്കണം. അങ്ങനെ അയാൾ നോമ്പെടുത്തു, അന്ന് 15-നും അയാൾ നോമ്പെടുത്തു, 16-നും എടുത്തു, 17-നും എടുത്തു, ഒരു കുഴപ്പമില്ല. അയാൾ ഇങ്ങനെ സ്ഥിരമായി നോമ്പെടുക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. അതല്ല, അന്നേ ദിവസം മാത്രം, അന്ന് എല്ലാവരും നോമ്പെടുക്കുന്നുണ്ട്, എല്ലാവരും ഇങ്ങനെ ചോദിക്കും, നോമ്പെടുത്തോ. ആ ഒരു ചോദ്യം ഒഴിവാക്കാനും ഇതിലെന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അന്നേ ദിവസം ഒരു നോമ്പില്ല, അന്നേ ദിവസം ഒരു പ്രത്യേക നിസ്കാരമില്ല, പ്രത്യേകമായ ആരാധനാ കർമ്മങ്ങളൊന്നുമില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ ദീന് കൃത്യമായി ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളുകളിൽ ഞാനും നിങ്ങളും ഉൾപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക, ദീനിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് 2-3 ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ ഈ മിമ്പറിൽ തന്നെ പറഞ്ഞിരുന്നു, ഒരു കുട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കുട്ടി വെന്റിലേറ്ററിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു പ്രാർത്ഥന വസിയത്തിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിരുന്നു.
ഇപ്പോഴും ആ കുട്ടി ICUയിൽ തന്നെയാണ്, പ്രയാസത്തിലാണ്. ഇന്ന് ആ കുട്ടിയുടെ ഒരു മേജർ സ്കാനിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങളുണ്ട് എന്ന് ആ കുട്ടിയുടെ രക്ഷിതാക്കൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ പ്രാർത്ഥനയിൽ ആ കുട്ടിക്ക് വേണ്ടി കൂടി സമയം കണ്ടെത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിയുടെ അസുഖം പരിപൂർണമായ ശമനം നൽകുമാറാവട്ടെ. പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുള്ള ഒരുപാട് ആളുകൾ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.